അപ്പോൾ നിങ്ങളുടെ നാട്ടുകാരുടെയൊക്കെ സഹായവും സഹകരണവും പിന്തുണ വേണം. അത് ഞങ്ങളുടെ പിന്തുണ നിങ്ങൾ വോട്ടാക്കി മാറ്റുകയാണെങ്കിൽ സത്യസന്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. എൻ്റെയൊക്കെ പൊതുജീവിതത്തിൽ ഇപ്പം 40-45 വർഷമായി. ഈ ജീവിതത്തിനിടയിൽ ജനപ്രതിനിധിയായിട്ട് അതിൻ്റെ അകത്ത് എലിക്കുളം പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഇവിടെ 3 തവണ ജില്ലാ പഞ്ചായത്തിൽ വന്നു. യാതൊരു തരത്തിലും ഒരാക്ഷേപങ്ങൾ കളങ്കരഹിതമായിട്ടുള്ള ഒരു പൊതുപ്രവർത്തനമാണ്. അതുകൊണ്ടാണല്ലോ വീണ്ടും നിങ്ങളോടൊക്കെ വോട്ട് ചോദിച്ചാൽ ഞാൻ ജില്ലാ പഞ്ചായത്തിലേക്ക് വീണ്ടും വരുന്നത്. അപ്പം നിങ്ങളെല്ലാവരും സഹായിക്കണം. ഓക്കെ. എൻ്റെ പേര് സിനി ജിബു. UDF സ്ഥാനാർത്ഥിയായിട്ട് ബ്ലോക്ക് ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന ആളാണ്. ചിഹ്നം കൈപ്പത്തി. വോട്ട് തന്ന് സഹായിക്കണം. തോമസ് കുന്നപ്പള്ളി അറിയാമല്ലോ, പ്രത്യേകം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പം വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുക. ഓട്ടോറിക്ഷയാണ്. ഒരു ഓട്ടോറിക്ഷ, ഒരു കൈപ്പത്തി, ഒരു ഓട്ടോറിക്ഷ. ഓട്ടോറിക്ഷയുടെ ചിഹ്നം തോമാച്ചിന്, ഞാൻ കൈപ്പത്തി, എനിക്ക് ഓട്ടോറിക്ഷ. റേഷൻ കാർഡുണ്ട്. BPL ഈ പുള്ളിക്ക് മേലാത്തല്ലേ 30 കിലോ അരികൾ തരാന്ന് പറഞ്ഞിട്ട് എല്ലാ സർട്ടിഫിക്കറ്റും മേടിച്ചിട്ട് നേരെ തന്നിട്ടില്ല. ഇപ്പം ഞങ്ങൾ 3 സ്ഥാനാർത്ഥികളുണ്ട്. ഗ്രാമപഞ്ചായത്ത് തോമാച്ചിന് പറയേണ്ട സിനി ജിബു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു. ഓട്ടോറിക്ഷ ആയിരിക്കില്ല, 2 ഓട്ടോറിക്ഷ. ഞങ്ങൾ നേരത്തെ എൻ്റെ അച്ഛനും എല്ലാം മാണിയുടെ ആൾക്കാരായിരുന്നു. ഞങ്ങൾ നേരത്തെ തൊട്ട് കോൺഗ്രസ്സുകാരായി. ഇവിടെ വന്നപ്പം കമ്മ്യൂണിസ്റ്റായി. ഉള്ള കാര്യം പറയുന്നതിന് അത് പറയുന്നത് ഉള്ള കാര്യം പറഞ്ഞു. എനിക്ക് എൻ്റെ പേര മണ്ടായിട്ട് തന്ന പള്ളിക്ക് അത് കോൺഗ്രസിനല്ലാതെ ഞങ്ങളെല്ലാവരും ചെയ്തേക്കാം. പഞ്ചായത്തിൻ്റെ പേരക്ക് കൊടുത്തിട്ടുണ്ട്, ലൈവിൻ്റെ പേരക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. പേര വീണ് പോയി കിടക്കുമായിരുന്നു, അതുപോലെ കിടക്കുമായിരുന്നു പേര. അറിയോ, പള്ളിക്കെല്ലാം കൂടെ വന്നത് ശരിയാക്കി തന്നു. അല്ല, ഞാൻ തോമസ് കുന്നപ്പള്ളി ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു. ചിഹ്നം ഓട്ടോറിക്ഷയാണ്. അപ്പോൾ വോട്ട് ചെയ്യണം, തീർച്ചയായും സഹായിക്കണം. ഓക്കെ. ഞാൻ സിനി ജിബു. എൻ്റെ ചിഹ്നം കൈപ്പത്തി. മണ്ണാർക്കാട് ബ്ലോക്ക് ഡിവിഷനിലേക്ക് മത്സരിക്കുന്നു. UDF സ്ഥാനാർത്ഥിയാണ്. സഹായിക്കണം. ഞങ്ങളെ 3 പേരെ വിജയിപ്പിക്കണം. ചിഹ്നം കൈപ്പത്തി. താങ്ക് യു. എൻ്റെ പേര് സിനി ജിബു. ഞാൻ ഇന്നലെ അവിടെ ബോർഡ് കണ്ട് വായിച്ചായിരുന്നു. കൈപ്പത്തി ചിഹ്നം. കിട്ടുമെന്നറിയാലോ അല്ലേ? ചോദിച്ചില്ലേലും കിട്ടുമെന്നറിയാം. വിജയിപ്പിക്കുന്ന അമ്മയ്ക്കൊന്നും പറയാൻ പറ്റത്തില്ല. അമ്മയുടെ വോട്ട് തരാമെന്നുള്ള അവകാശം അമ്മയ്ക്കുണ്ട് കേട്ടോ. പിന്നെ അവന് ബൈജുനൊക്കെ അറിയാം. പിന്നെ മോൻ ജയിക്കണ്ടേന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കാം. അത് ഫലം നമുക്ക് ദൈവം തരും. ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി. ചിഹ്നം കൈപ്പത്തി. അപ്പോൾ 2 ഓട്ടോറിക്ഷയും ഒരു കൈപ്പത്തി. ഞങ്ങൾ ഈ 9-ാം തീയതി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാഞ്ഞിരപ്പള്ളി മേഖലയിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളാണ്. കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രിയപ്പെട്ട തോമാച്ചൻ 18-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്നു. ഓട്ടോറിക്ഷയാണ് അദ്ദേഹത്തിൻ്റെ ചിഹ്നം. ശ്രീമതി സിനി ജിബു കൈപ്പത്തി അടയാളത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ മണ്ണാർക്കാട് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ മണ്ണാർക്കാട് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നു. ഞാൻ കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്ക് കാഞ്ഞിരപ്പള്ളി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുകയാണ്. എൻ്റെ പേര് തോമസ് കുന്നപ്പള്ളി. ഞാൻ പ്രത്യേകമായിട്ട് ഒരു കാര്യം അനുസ്മരിക്കുന്നു. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ, ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഭവനങ്ങൾ കയറി ഇറങ്ങുമ്പോൾ, നമ്മുടെ ഈ ജനങ്ങളെയെല്ലാം കണ്ട് സംസാരിക്കുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായി ഞങ്ങൾക്ക് മനസ്സിലാക്കിയ ഒരു വിഷയം, വരുന്ന റിസൾട്ട് വരുന്ന ദിവസങ്ങളിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളും, ഇവിടെ കാഞ്ഞിരപ്പള്ളി മേഖലയിൽ മാത്രമല്ല, ഞാൻ എൻ്റെ ജില്ലാ പഞ്ചായത്ത് പ്രതിനിധാനം ചെയ്യുന്ന 6 പഞ്ചായത്തുകളിലാണ്. ഞാൻ ഈ 6 പഞ്ചായത്തുകളിലെ മേഖലകളിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നു പോയുണ്ടായി. ആ പ്രദേശങ്ങളിലൊക്കെ കണ്ട ഒരു വികാരം,
ഈ ഭരണത്തിനെതിരായിട്ടുള്ള വലിയ ഒരു വികാരം സമസ്ത ജനതയുടെയും മനസ്സിലുണ്ട്. അത് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ടുകളായിട്ട് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ ചുരുക്കി പറയട്ടെ. അതുകൊണ്ട് ഈ ഗ്രാമപഞ്ചായത്തിലും കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലും കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിലും കോട്ടയം ജില്ലാ പഞ്ചായത്തിലും ഐക്യ ജനാധിപത്യ മുന്നണി മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതികൾ അധികാരത്തിൽ വരാൻ പോവുകയാണ്. ഇത് 6 മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന നമ്മുടെ സംസ്ഥാന നിയമസഭയിലേക്ക് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ റിഹേഴ്സലാണ്. ആ തെരഞ്ഞെടുപ്പിന് ശേഷവും വലിയ ജനവികാരം ഉണ്ടാകും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി. അപ്പോൾ അവിടെ സംസ്ഥാനത്തും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ UDFൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരും, യാതൊരു സംശയവുമില്ല. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ്. അപ്പോൾ ഞാൻ ഈ മേഖലയിലെ ആളുകളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഈ 4 തലങ്ങളിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു സർവാധിപത്യം യാതൊരു സംശയമില്ലാതെ ഞാൻ ഭംഗിവാക്കുകൾ പറയുന്നതല്ല ഉണ്ടാകും. അപ്പോൾ ഒരുമിച്ച് നിന്നുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ മുഴുവൻ ഈ ജില്ലാ പഞ്ചായത്തിലൂടെ, ബ്ലോക്ക് പഞ്ചായത്തിലൂടെ, ഗ്രാമപഞ്ചായത്തിലൂടെ ജനങ്ങളിൽ സത്യസന്ധമായി എത്തിക്കുവാൻ ഞങ്ങൾക്ക് കഴിവും ഭാവനയും വിശ്വാസ്യതയുമുള്ള ആളുകളാണ് ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി മത്സര രംഗത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്, എല്ലാ ബന്ധങ്ങൾക്കും അതീതമായി, രാഷ്ട്രീയത്തിന് അതീതമായിട്ട് തന്നെ ഈ മേഖലയിലുള്ള ജനങ്ങൾ മുഴുവൻ ചിന്തിക്കണം. ഈ പരമാവധി വികസന പ്രവർത്തനങ്ങൾ ഫലപ്രദമായി വളരെ വിചിന്തനങ്ങൾക്ക് ശേഷം നടപ്പിലാക്കുവാനായിട്ട് 1 രൂപ പണ്ട് രാജീവ് ഗാന്ധി പറഞ്ഞതുപോലെ 1 രൂപ ഗവൺമെൻറ് അനുവദിച്ചാൽ അതിൽ 90 നയപൈസയും നമ്മുടെ വികസന കാര്യങ്ങൾക്ക് വേണ്ടി ഗ്രാമപഞ്ചായത്തുകളിൽ ചെലവഴിക്കുവാൻ ഞങ്ങൾ പരിശ്രമിക്കും എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഇപ്പോൾ നടക്കുന്നത് 1 രൂപ ഒരു ഗവൺമെൻറ് സംസ്ഥാനമാവട്ടെ, നിയമസഭാ ഗവൺമെൻറ്റാവട്ടെ, കേന്ദ്ര ഗവൺമെൻറ്റാവട്ടെ അനുവദിച്ചാൽ അതിൽ 12 പൈസ മാത്രമേ ഫലപ്രദമായിട്ട് നമ്മുടെ വാർഡുകളിൽ വിനിയോഗിക്കുന്നു എന്ന് CAGയുടെ അക്കൗണ്ട് ജനറലിൻ്റെ കണ്ടെത്തലിലുണ്ട്. ഇത് മാറ്റി അതിൽ 90% പൈസയും ഫലപ്രദമായിട്ട് വിനിയോഗിക്കുവാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ മത്സരിക്കുന്ന ഞങ്ങൾ തയ്യാറായിരിക്കും എന്ന് മാത്രം പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത്. ഇത് 4ാമത്തെ പ്രാവശ്യമാണ്. 4 പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് മത്സരിച്ച അവസരത്തിൽ എനിക്ക് 9800 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ കാഞ്ഞിരപ്പള്ളി ഡിവിഷനിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും അത് ആ ജനങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസം സത്യസന്ധമായി വിനിയോഗിക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് പിന്നീട് ഞാൻ മത്സരിച്ച 2 പ്രാവശ്യം പള്ളിക്കത്തോട് ഡിവിഷനിൽ മത്സരിച്ചു. ഉമ്മൻചാണ്ടി സാറിൻ്റെ നിയോജക മണ്ഡലമായിരുന്നു. അവിടെ പരമാവധി സാറിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഫണ്ടുകൾ വിനിയോഗിക്കുവാനും അതിന് പ്രത്യേകമായിട്ട് ഗവൺമെൻറ് ഒരു പ്രശംസാപത്രവും അന്ന് എനിക്ക് കിട്ടിയത് ഞാൻ അനുസ്മരിക്കുകയാണ്. അതാണ് ജനങ്ങളർപ്പിച്ച വിശ്വാസമാണ് ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വം ജില്ലാ പഞ്ചായത്തിലേക്ക് 4ാം തവണയും മത്സരിക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടതും ഞാൻ രംഗത്ത് വന്നിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസം പരിപൂർണമായിട്ട് സത്യസന്ധമായിട്ട് വിനിയോഗിക്കുവാൻ ഞാൻ തയ്യാറായിരിക്കും. അതുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ഞങ്ങളെ 3 വമ്പിച്ച ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കണമേ എന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. പഞ്ചായത്തിൽ 18ാം വാർഡാണിത്. ശക്തമായ UDFൻ്റെ ഒരു കോട്ടയാണ്. ഇതിൽ വിള്ളലുണ്ടാക്കുവാൻ വേണ്ടി ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ 3 സ്ഥാനാർത്ഥികളുണ്ട്. പഞ്ചായത്തിലേക്ക് നമ്മുടെ തോമാച്ചൻ ചീറ്റടിയിൽ, ബ്ലോക്ക് സ്ഥാനാർത്ഥിയായിട്ട് സിനി ജിബു, ജില്ലാ പഞ്ചായത്ത് തോമസ് കുന്നപ്പള്ളി, ഇവർ 3 പേരും ജയിച്ചു വരുമെന്നുള്ളതാണ് ഈ ഞങ്ങളെല്ലാം കണക്കുകൂട്ടൽ. എങ്കിൽ പോലും ഇവിടുത്തെ കഴിഞ്ഞ പഞ്ചായത്ത് മെമ്പർ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത കാര്യങ്ങൾ കഴിഞ്ഞ ഈ വടിയമ്പലം കഴിഞ്ഞ ആഴ്ചയിലാണ് മൊത്തം തീർന്നത്. അതുതന്നെ പഴയ മെമ്പർ ചെയ്തതാണെന്നുള്ള ഒരു നോട്ടീസ് ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും പുള്ളി അങ്ങനെ ഏറ്റെടുക്കുകയാണ്. ഇവിടെ വാർഡാണ് വികസിക്കേണ്ടത്, അല്ലാതെ അവിടുത്തെ മെമ്പറല്ല എന്നുള്ള കാര്യം പറയുന്നു. അതുപോലെ നമ്മുടെ ഈ പാർലമെൻറ്റിലേക്ക് നമ്മുടെ ആൻ്റോ ജയിച്ചിരിക്കുന്നത്. ആ ഒരു ഫണ്ട് കൂടെ നമ്മുടെ ഈ വാർഡിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈ 3 പേരെ നല്ല ഭൂരിപക്ഷത്തെ വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എൻ്റെ പേര് തോമാച്ചൻ ചിറ്റടി, ഒഫീഷ്യൽ നെയിം ലിജോ തോമസ് എന്നാണ്. ഇതിൻ്റെ കന്നി അംഗമാണ്. UDF നിൽക്കാൻ പറ്റിയതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. ഇവരുടെ കൂടെ നിൽക്കുന്നതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു.
എന്തായാലും കന്നി അംഗമായതുകൊണ്ട് എനിക്ക് ഒരു ചാൻസ് തരിക. ഞാനത് മാക്സിമം ജനങ്ങളുടെ കൂടെ നിന്ന് 24 hours ഞാൻ അവൈലബിൾ ആയിരിക്കും. ജനങ്ങൾക്ക് എന്താവശ്യത്തിനും എന്നെ വിളിക്കാവുന്നതാണ്. അറ്റ് എനി ടൈം ഞാൻ കൂടെ ഉണ്ടാകും. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് ഉള്ള താഴ്മയെ ഞാൻ അപേക്ഷിക്കുന്നു. എൻ്റെ പേര് സിനി ജിബു. കാഞ്ഞിരപ്പള്ളി മണ്ണാർക്കയം ബ്ലോക്ക് ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. എൻ്റെ ചിഹ്നം കൈപ്പത്തിയാണ്. എന്നോടൊപ്പം 18-ാം വാർഡിൽ മത്സരിക്കുന്നത് ലിജോയാണ് ചിറ്റടി. പുള്ളിയുടെ ചിഹ്നം ഓട്ടോറിക്ഷയാണ്. കന്നി അംഗത്തിന് തയ്യാറെടുക്കുന്ന പുതിയ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരട്ടെ. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് സമഗ്ര വികസനങ്ങൾ വേണം. കാരണം ഇതൊരു തുടർച്ചയായിട്ട് പോകുന്നതുകൊണ്ട് അതിൻ്റേതായ ഒത്തിരി ബുദ്ധിമുട്ടുകളും പരാജയങ്ങളും നമുക്കുണ്ട്. കാരണം കയറി ചെല്ലുന്ന പല മേഖലകളിലും നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഓരോ കാര്യങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നെല്ലാവരും സമൂഹ മാധ്യമങ്ങളിലും വീഡിയോകളിലും പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണുന്നത് എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. ജനങ്ങൾ തന്നെ മാറ്റി ചിന്തിക്കാൻ തുടങ്ങി. ഒരു പുതിയ മാറ്റത്തിന് തുടക്കമാണ്. ഒപ്പം എന്നോടൊപ്പം മത്സരിക്കുന്ന ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന അഡ്വക്കേറ്റ് തോമസ് കുന്നപ്പള്ളി സാറിനെയും ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് താഴ്മയെ അപേക്ഷിക്കുന്നു. നന്ദി.